തൃശൂർ കുന്നംകുളത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കാരണം വലിയ ഒരു ക്രൂരഹത്യത്തിനാണ് ഇരയായത്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് പറയാനുള്ളത്? എന്താ വെച്ചാൽ നമുക്കൊരു സാധാരണ ഒരു പൊതുപ്രവർത്തനം നൽകി പറയാന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു കാര്യം പോലീസിൻ്റെ അടുത്ത് പറയാനോ അല്ലെങ്കിൽ ഒരു കാര്യം ആയിട്ട് നമുക്ക് സ്റ്റേഷനിൽ കയറി ചെല്ലാനൊരു പറ്റാത്തൊരു അവസ്ഥയാണ് ശരിക്കും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു നാട്ടിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഒരു എന്താ കാര്യം എന്നുള്ളത് ചോദിച്ചതിനാണ് ഇത്ര വലിയ വിഷയമായിട്ട് എടുത്തത്. നമ്മളെ അസഭ്യം പറയും, അതുപോലെ നമ്മളെ ഇത്രയും ക്രൂരമായിട്ട് മർദ്ദിക്കും. നമ്മൾ ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്. ജസ്റ്റ് നാട്ടിൽ സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ ഒരു പൊതുപ്രവർത്തകനാകുമ്പോൾ. അവർ ചോദിച്ചൊരു ലെവലാണ്. വലിയൊരു നിയമ പോരാട്ടത്തിന് അതെ അതെ ഓർക്കുമ്പോൾ ഇപ്പോൾ CCTV ആണ് മെയിനായിട്ട്. അത് നമ്മൾ ഈ 2 വർഷമായിട്ട് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലും ഉള്ളത് നമ്മുടെ ആവശ്യം CCTV നമുക്ക് കിട്ടണമെന്ന് തന്നെയായിരുന്നു. അത് ആദ്യമേ കിട്ടുമ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ അത് ഓരോ കാരണം വെച്ചാൽ ഇങ്ങനെ അന്നത്തെ ഒരു CI ആയിരുന്ന ഷാജഹാൻ സാർ ഉൾപ്പെടെയുള്ള ആളുകൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരും ഇങ്ങനെ പതുക്കെ ആക്കി അത് സ്ലോ ആക്കി കൊണ്ടുവന്നു. പാർട്ടിയുടെ പിന്തുണ പൂർണ്ണമായിട്ട് പാർട്ടിയുടെ പിന്തുണ. ആദ്യം ഞങ്ങൾ അടിത്തട്ടുന്നായിരുന്നു. ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയായിട്ടുള്ള ആൾക്കാർ, അതുപോലെ ഞങ്ങളുടെ വർഗീസ് ചോനൂർ, നമ്മുടെ എൻ്റെ മണ്ഡലത്തിലെ ചോനൂരത്തെ വർഗീസാരനാണ്. അപ്പോൾ ആളുൾപ്പെടെ പിന്നെ CB രാജീവ് വക്കീൽ ഇവിടെ കുന്നോളം ബ്ലോക്ക് പ്രസിഡൻ്റാണ്. അതുപോലെ എന്നെ ജാമ്യം, അതായത് ചാവക്കാട് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ജാമ്യം എടുത്തത് ശ്യാംകുമാറാണ്, അഡ്വക്കേറ്റ്. അപ്പോൾ അത് കുന്നോളം ലെവലിൽ നോക്കുമ്പോൾ സ്റ്റാർട്ടിങ് ആദ്യം ഉണ്ടായിരുന്നത് കുന്നോളംകാരാണ്. അതുപോലെ ഒപ്പം ഉണ്ടായിരുന്നത് അനിലക്കരയായിരുന്നു. പിന്നെ ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് ബന്ധപ്പെടാനും അതുപോലെ വന്ന് കാണാനൊക്കെ ആയിട്ട് ഷാഫി പറമ്പിലും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിന് ശേഷം ഒരു 2 മാസം കഴിയുമ്പോൾ അസംബ്ലി യോഗത്തിനൊക്കെ വന്നിട്ട് ആ സമയത്ത് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരു വിഷയമൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേഷൻ ഉപരോധത്തിൻ്റെ സമയത്തൊക്കെ ആയിട്ട്. അപ്പോൾ ആ സമയത്തും അവരുടെ പിന്തുണ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഒന്നുകൂടി അതെ 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 അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ അവർ വലിയൊരു ടീമാണുള്ളൂ. അത് നല്ല രീതിയിലുള്ള പിന്തുണ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ എന്ത് തന്നെയായാലും അവരിതിൽ ഈ പോലീസ് സർവീസിൽ ഉണ്ടാവാൻ പാടില്ല, അവരെ പിരിച്ചുവിടണം എന്നുള്ള നിലപാടാണ് അവരെടുത്തിട്ടുള്ളത്. അത് തന്നെയാണ് നമ്മുടെ ആവശ്യം. പോകുമ്പോൾ അതെ അതെ തീർച്ചയായിട്ടും ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 15-ാം തീയതി നിയമസഭ ഉണ്ട്. അപ്പോൾ അതിനിടയിലായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരും. ഇപ്പോൾ പലരും പോലീസുകാരടക്കം, ഈ പ്രതികളായ പോലീസുകാരടക്കം പലരും പണം ഓഫർ ചെയ്തിട്ട് ഇതിൽ നിന്ന് മാറിത്തരണമെന്നൊക്കെ. അതെ അതെ അത് ഇപ്പോഴല്ല, അത് സ്റ്റാർട്ടിങ്ങിലെ ഇതൊരു കേസ് നമ്മൾ ടൈറ്റ് ആക്കും നല്ലൊരു ആയിപ്പോൾ തന്നെ ഒരു നല്ലൊരു മൂവ്മെൻറ്റിൽ തന്നെ ആദ്യം തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ കേസ് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട്. അത് സ്വാഭാവികമായിട്ട് നമ്മൾ കുന്നോളത്ത് നടന്നു വന്നിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഒരു പൊതുപ്രവർത്തനായിട്ടുള്ളൊരു ചേട്ടനെ അതുപോലെ നല്ല രീതിയിൽ ലോക്കമർദ്ദനം ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് സെറ്റിൽമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കുന്നോളത്ത്. അത് ആ ഒരു നമ്മളും അതിൽ ഉൾപ്പെടുന്നായിരുന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നത്. പക്ഷേ നമ്മളതിനെ തയ്യാറല്ല. തീർച്ചയായിട്ടും മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഇത് തന്നെയാണ് സുജിത്ത് പറയുന്നത്. കേസുമായി മുന്നോട്ട് പോകും. അതോടൊപ്പം പാർട്ടി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. അതോടൊപ്പം ഇത് സതീശനടക്കം വിളിച്ചു, ഈ കാണാൻ വരാമെന്ന് പറഞ്ഞു. ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സുജിത്ത് വ്യക്തമാക്കുന്നത്. ജിത്തു വെട്ടത്തിനൊപ്പം യൂനുസ് അഹമ്മദ്, മീഡിയ 1 തൃശൂർ.